ഇത് പ്രസിദ്ധമായ തിരുവൻവണ്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. സത്വഗുണമൂർത്തിയായ സാക്ഷാൽ മഹാവിഷ്ണു ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവും നൽകി വരുന്ന ദേവസ്ഥാനമാണ് തിരുവൻവണ്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന ഈ ദേശത്തിന്റെ സകലവിധ അഭിവൃദ്ധിക്കും കാരണം സർവാഭീഷ്ടദായകനായി വിളങ്ങുന്ന തിരുവൻവണ്ടൂർ ശ്രീ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നു. വിഷ്ണു എന്ന പദത്തിന് എല്ലായിടവും നിറഞ്ഞവൻ എന്നാണ് അർത്ഥം. നാരം അഥവാ ജലത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മഹാവിഷ്ണുവിന് നാരായണൻ എന്ന പേരുമുണ്ടായി. പൂർണ്ണ അവതാരങ്ങൾ, അംശ അവതാരങ്ങൾ ആദിയായി വിഷ്ണുവിന് അസംഖ്യം അവതാരങ്ങളുമുണ്ട്. ആലപ്പുഴ ജില്ലയിലാണ് തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാരതവർഷത്തിലെ 108 പഴയ മലയാള നാട്ടിലെ 13 തിരുപ്പതികളിലൊന്നാണ് തിരുവൻവണ്ടൂർ. കേരളത്തിലെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം പാണ്ഡവരിൽ 4ാമനായ നകുലനാൽ പ്രതിഷ്ഠിതമായതെന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവരിൽ പ്രഥമനായ ധർമ്മപുത്രനാൽ പ്രതിഷ്ഠിതമായ ചെങ്ങന്നൂർ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം, 2ാമനായ ഭീമന്റെ തേവാരമൂർത്തി ക്ഷേത്രമായ തൃപ്പുലിയൂർ മഹാക്ഷേത്രം, അർജുനൻ പ്രതിഷ്ഠിച്ച തിരുവാറന്മുള മഹാക്ഷേത്രം, 5ാമനായ സഹദേവന്റെ തേവാരമൂർത്തി ക്ഷേത്രമായ തൃക്കൊടിത്താനം മഹാക്ഷേത്രം എന്നിവയാണ് മറ്റ് 4 പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ. ഒരു ദിവസം തന്നെ ഉച്ചയ്ക്ക് മുൻപ് ഈ 5 ക്ഷേത്രങ്ങളിലും ദർശനം നടത്താൻ സാധിച്ചാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കുമെന്നാണ് വിശ്വാസം. ഭാരതത്തിലെ 108 പഴയ മലയാള നാട്ടിലെ 13 തിരുപ്പതികളിലൊന്നാണ് തിരുവൻവണ്ടൂരെന്ന് തിരുവായ്മൊഴി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നു. ശ്രീ വൈഷ്ണവർക്ക് പ്രിയങ്കരങ്ങളായ 108 വിഷ്ണു ക്ഷേത്രങ്ങളാണ് തിരുപ്പതികൾ എന്നറിയപ്പെടുന്നത്. 9ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾവാർ കവീശ്വരനായ നമ്മാൾവാർ തന്റെ 11 പദ്യങ്ങളിൽ തിരുവൻവണ്ടൂരിന്റെ മഹത്വം വാഴ്ത്തി പാടിയിരിക്കുന്നു. തിരുവൻവണ്ടൂർ എന്ന ദേശനാമോൽപത്തിക്ക് നിദാനമായത് പാണ്ഡവരുമായി ഈ ദേശത്തിനുണ്ടായിരുന്ന ബന്ധമാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെട്ടു വരുന്നത്. പാണ്ഡവരുമായി ബന്ധപ്പെട്ട സ്ഥലമായതിനാൽ ഈ പ്രദേശം മുൻപ് തിരുപാണ്ഡവ ഊര് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് തിരുപാണ്ഡവ ഊര് ലോപിച്ച് തിരുവൻവണ്ടൂരായി തീർന്നു എന്നാണ് വിശ്വാസം. തിരുവൻവണ്ടൂരിലെ മുഖ്യക്ഷേത്രത്തിനൊപ്പം പ്രാധാന്യമുള്ളതും സ്വന്തമായൊരു വ്യക്തിത്വം പുലർത്തുന്നതുമായ ഒന്നാണ് മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കൊല്ലവർഷം 500ാം ആണ്ട് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇപ്രകാരമാണ്. AD 1325 അന്ന് ചെമ്പകശ്ശേരി രാജ്യം ഭരിച്ചിരുന്ന നമ്പൂതിരി രാജാവ് പൂരാടം തിരുനാളിന്റെ ആൾക്കാർ ഒരു ദൗത്യവുമായി തിരുവൻവണ്ടൂരിൽ എത്തുകയുണ്ടായി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനു വേണ്ടി പണികഴിപ്പിച്ച ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് തകരാറുകളുണ്ടെന്നും അതിനാൽ അത് പ്രതിഷ്ഠായോഗ്യമല്ലെന്നും തിരുവൻവണ്ടൂരിലെയോ കുറിച്ചിയിലെയോ വിഗ്രഹമാണ് ഉത്തമമെന്നുമുള്ള വില്ലുമംഗലത്ത് സ്വാമിയാരുടെ അഭിപ്രായപ്രകാരം ഇവിടുത്തെ വിഗ്രഹം കൊണ്ടുപോകുക എന്നതായിരുന്നു ആ ദൗത്യം. ഏതാണ്ട് 51 ദിവസത്തെ ശ്രമത്തിനൊടുവിൽ വിഗ്രഹം കണ്ടെടുക്കുകയുണ്ടായി. അപ്രകാരം 1967 ജൂണിൽ പുതിയ ക്ഷേത്രം നിർമ്മിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം.
ഗോശാല കൃഷ്ണ സങ്കല്പത്തിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വളരെ പഴക്കമേറിയ ഈ വിഗ്രഹം ദ്വാപരയുഗത്തിലേതാണെന്നും ദേവനിർമ്മിതമാണെന്നും വിശ്വസിച്ചു വരുന്നു. ശ്രീ ഗോശാല കൃഷ്ണ ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലാണെങ്കിലും ദേവന് പ്രത്യേക പ്രാധാന്യം നൽകി വരുന്നു. 2 ക്ഷേത്രങ്ങളിലേക്കും പ്രത്യേകം മേൽശാന്തിമാരും കീഴ്ശാന്തിയുമുണ്ട്. നിത്യേന 5 പൂജകളും മറ്റ് വിശേഷാൽ പൂജകളുമുള്ള ഗോശാല കൃഷ്ണ സവിധത്തിങ്കൽ തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപ്പായസം എന്നിവയാണ് മുഖ്യ വഴിപാടായി ഭക്തജനങ്ങൾ നടത്തിവരുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായാണ് തിരുവൻവണ്ടൂരിൽ ശ്രീ മഹാവിഷ്ണു കുടികൊള്ളുന്നത്. പാണ്ഡവ ക്ഷേത്രങ്ങളിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ഒരേ ഒരു ക്ഷേത്രവും തിരുവൻവണ്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. 2 നിലകളോട് കൂടിയ വട്ട ശ്രീകോവിലിന് അസാധാരണ ഉയരമാണുള്ളത്. ഏതാണ്ട് 8 അടിയോളം പൊക്കം വരുന്ന ചതുർബാഹു വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലേത്. കമലനാഥനെന്നും പാമ്പണയപ്പൻ അഥവാ പാമ്പിനെ പുണരുന്നവനെന്നും തിരുവൻവണ്ടൂരപ്പൻ അറിയപ്പെടുന്നു. അനന്തശായിയായ വിഷ്ണുവിനെയാണിത് സൂചിപ്പിക്കുന്നത്. ഈ മേഖലയിലുണ്ടായിരുന്ന തമിഴ് സ്വാധീനമാണ് ഈ പേരിന് പിന്നിലെന്നാണ് വിശ്വാസം. ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിനും തുകലശ്ശേരിയിലെ കുഴിക്കാട്ടില്ലത്തിനുമാണ് ഇവിടെ തന്ത്രാധികാരം. ക്ഷേത്രാങ്കണത്തിൽ ഒന്നിനു പകരം 2 കൂട്ടം ബലിക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത് തിരുവൻവണ്ടൂർ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. ശ്രീകോവിലിന്റെ വടക്കും തെക്കുമായുള്ള ഇവ സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ഗണപതി എന്നിവരെയാണ് പ്രതിനിധീകരിക്കുന്നത്. കുംഭമാസത്തിലെ അനിഴം നാളിൽ കൊടിയേറി ഉത്രട്ടാതി നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേത്. ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയുള്ള പള്ളിവേട്ടയാലിന്റെ പരിസരങ്ങളിലാണ് ഇവിടുത്തെ പള്ളിവേട്ട നടക്കുന്നത്. തിരുവൻവണ്ടൂർ മഹാക്ഷേത്രത്തിന്റെ കീഴേടമായ ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഇരമല്ലിക്കര അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തായുള്ള കടവിലാണ് തിരുവൻവണ്ടൂരപ്പന്റെ ആറാട്ട്. പ്രധാന ഉത്സവത്തെ കൂടാതെ എല്ലാ വർഷവും മണ്ഡല വ്രതാവസാന കാലത്ത് ലക്ഷദീപ കാഴ്ചയോടെ നടത്തിവരാറുള്ള ദശാവതാര ചാർത്ത്, ശ്രീകൃഷ്ണ ജയന്തി, രാമായണ മാസാചരണം എന്നിവയും ഈ ക്ഷേത്രത്തിന്റെ വിശേഷാവസരങ്ങളാണ്. വനവാസകാലത്ത് പാണ്ഡവരും പാഞ്ചാലിയും പണ്ട് കൊടുംകാടായിരുന്ന ഇവിടെ താമസിച്ചിരുന്നുവെന്നും ഇവിടെ വച്ചാണ് പാഞ്ചാലി സൂര്യഭഗവാനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയതെന്നും ഭഗവാൻ അക്ഷയപാത്രം സമ്മാനിച്ചതെന്നും ഒരൈതിഹ്യമുണ്ട്. ഇതിന്റെ ഓർമ്മയ്ക്കെന്നോണം ക്ഷേത്രത്തിൽ നിത്യേന അന്നദാനവും നടത്തിവരുന്നു. സർവ ഐശ്വര്യപ്രദായകനായ തിരുവൻവണ്ടൂരപ്പന്റെ അനുഗ്രഹം നേടി തൊഴുതുമടങ്ങുന്ന ഭക്തൻ സർവ്വവിധ പാപങ്ങളിൽ നിന്നും മോചനം നേടുകയാണ്.